പ്രിയ ഉദ്യോഗാർത്ഥികളെ, ബാങ്ക് പരീക്ഷ സീസൺ ആരംഭിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1500 വേക്കൻസിയുമായിട്ട് പ്രൊബേഷണറി ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇപ്പോൾ മറ്റൊരു വാർത്തയുമായിട്ടാണ് വരുന്നത്. IBPS തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പരീക്ഷ നടത്തുന്നത്. IBPS സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പ്രത്യേകിച്ചും മറ്റ് 11 പൊതുമേഖലാ ബാങ്കുകൾക്ക് പ്രത്യേകിച്ചുമാണ് പരീക്ഷകൾ നടത്തുന്നത്. അപ്പോൾ അത് പൊതുവിൽ IBPS എക്സാം എന്ന് പറയുന്നു. IBPSൻ്റെ പൊതുമേഖലാ ബാങ്കുകൾക്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഴിച്ചുള്ള പൊതുമേഖലാ ബാങ്കുകളുടെ പ്രൊബേഷണറി ഓഫീസർ തസ്തികകളിലേക്ക് 6715 വേക്കൻസികൾക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഇത് 6715 ആയിരിക്കില്ല, അതിനേക്കാൾ കൂടുതൽ വേക്കൻസിയിൽ വരും. കാരണം 3 പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്കുകളായ ഇന്ത്യൻ ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇങ്ങനെ 3 ബാങ്കുകൾ അപേക്ഷ നോട്ട് റിപ്പോർട്ടഡ് ആണ്. എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ IBPSനെ അറിയിച്ചിട്ടില്ല വേക്കൻസി. എല്ലാ വർഷവും ഇങ്ങനെ പല ബാങ്കുകളും റിപ്പോർട്ട് ചെയ്യാതെ വരും. അവരിനി ഇൻ ദ ഡ്യൂ കോഴ്സ് അവരെ അറിയിക്കുകയും ആ വേക്കൻസികൾ ഉൾപ്പെടുത്തും. ഞാൻ കരുതുന്നത് ഏതാണ്ട് ഒരു 1200-1950 വേക്കൻസി കൂടെ കൂടി ഒരു 8000 വേക്കൻസി ആയിരിക്കും ഒടുവിൽ ഫില്ല് ചെയ്യപ്പെടാൻ പോകുന്നത്. സോ ഇറ്റ്സ് എ ബിഗ് നമ്പർ ഓഫ് വേക്കൻസീസ്. നന്നായിട്ട് പഠിക്കണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രിപ്പറേഷൻ എന്താണോ അതുതന്നെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. പരീക്ഷകൾ തമ്മിൽ കോസ്മെറ്റിക് ചേഞ്ചസ്, പൊതുവിൽ ചേഞ്ചുകളൊന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം. ഇനി പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 21/7/2026, ജൂലൈ 21 തീയതി. പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ, ഇങ്ങനെ 3 കടമ്പകളാണ് കടക്കേണ്ടത്. പ്രിലിംസ് പരീക്ഷ നടക്കാൻ പോകുന്നത് 2026 ഓഗസ്റ്റ് മാസത്തിലാണ്. മെയിൻസ് പരീക്ഷ നടക്കാൻ പോകുന്നത് ഒക്ടോബർ 2026. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ തുടങ്ങുന്ന ഒരാൾക്കാണെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഒരു 3.5 മാസം എന്തായാലും കിട്ടും. ദാറ്റ് വുഡ് ബി ഇനഫ്. ഇഫ് സംബഡി ഈസ് റിയലി വർക്കിംഗ് ഹാർഡ്, ദാറ്റ് വുഡ് ബി ഇനഫ്, ഐ വുഡ് സേ. പിന്നെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്. ഇൻ്റർവ്യൂ, കണ്ടക്ട് ഓഫ് ഇൻ്റർവ്യൂ നവംബർ-ഡിസംബർ. പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ജാനുവരി 2027. ഇതാണ് ബാങ്ക് പരീക്ഷകളിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്ന് നിങ്ങൾക്ക് ജോലി കിട്ടും. നമ്മളൊരു PSC പരീക്ഷ എഴുതുകയാണെങ്കിൽ ഈ ഉറപ്പില്ല. പരീക്ഷ പാസ്സായാൽ റാങ്ക് ലിസ്റ്റിൽ വന്നാലും നമുക്ക് പലപ്പോഴും ജോലി കിട്ടണമെന്നില്ല. എന്നാൽ ഇതങ്ങനല്ല. നിങ്ങളുടെ ക്യുമുലേറ്റീവ് മാർക്ക് എടുക്കുമ്പോൾ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് ജോലി കിട്ടുമെന്നതുവരെ ഇപ്പോഴേ കലണ്ടറിൽ വ്യക്തമാണ്. 2027 ജാനുവരി മാസത്തിൽ നിങ്ങൾക്ക് ജോബ് കാർഡ് ലഭിക്കും. ഇനി എലിജിബിലിറ്റി നമുക്ക് നോക്കാം. എഡ്യൂക്കേഷണൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ. ചിലർ ചോദിക്കും BTechകാർക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ, BComകാർക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അങ്ങനെയില്ല. ഇഫ് യു ആർ എ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ യു ആർ എലിജിബിൾ ടു അപ്ലൈ. നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടും നിങ്ങൾ ഒരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ. മാർക്ക് പ്രശ്നമല്ല, ഇത്ര ശതമാനം, ഇങ്ങനെയൊന്നും പ്രശ്നമല്ല. പഠിക്കാനുള്ളൊരു മനസ്സോടെ അർപ്പണ മനോഭാവത്തോടെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം വരിക്കാനാകും. അപ്പോൾ എഡ്യൂക്കേഷണൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ. നമുക്ക് മറ്റു ചില കാര്യങ്ങളോട് നോക്കാം. ഏജ് നമുക്ക് നോക്കാം. എന്താണ് ഏജിൻ്റെ കാര്യത്തിൽ പറയുന്നത്? ബോൺ ബിഫോർ, നോട്ട് ഏർലിയർ ദാൻ 2796 ആൻഡ് നോട്ട് ലേറ്റർ ദാൻ 17/2006. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എലിജിബിലിറ്റി പാലിക്കുന്നുണ്ടെന്ന് നോക്കണം. ഇഫ് യു അപ്ലൈ ബേസ്ഡ് ഓൺ റോങ് ഇൻഫർമേഷൻ യുവർ ആപ്ലിക്കേഷൻ വിൽ നോട്ട് ബി കൺസിഡേർഡ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. പിന്നെ അപ്പർ ഏജ് ലിമിറ്റിന് OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം അധികം ലഭിക്കും. അപ്പോൾ 33 വയസ്സ് വരെ പരീക്ഷ എഴുതാം. ഷെഡ്യൂൾ ക്ലാസ്, ഷെഡ്യൂൾ ട്രൈബ് കാൻഡിഡേറ്റ്സിന് 5 വയസ്സ് വരെ അപ്പർ ഏജിൽ റിലാക്സേഷൻ ഉണ്ട്. ഇതൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സാധാരണ സ്റ്റാറ്റ്യൂട്ട് പ്രകാരമുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യം പരീക്ഷ എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരു പ്രിലിംസ്, ദെൻ മെയിൻസ്, ദെൻ ഇൻ്റർവ്യൂ. പ്രിലിംസ് ക്യാൻ ബി കൺസിഡേർഡ് എൻ എലിമിനേഷൻ ടെസ്റ്റ്. 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്ക്, 60 മിനിറ്റ്. സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ടാകും 20 മിനിറ്റിൻ്റെ. 3 സെക്ഷൻസാണ്. ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് എബിലിറ്റി. 30 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, 30 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഓർ മാത്ത് 35 ക്വസ്റ്റ്യൻ, 30 മാർക്ക്. റീസണിങ് 35 ക്വസ്റ്റ്യൻ, 40 മാർക്ക്. ഇങ്ങനെ 100 ക്വസ്റ്റ്യൻ, 100 മാർക്ക്, 60 മിനിറ്റ്.
ഓരോ വിഭാഗത്തിനും 20 മിനിറ്റിൻ്റെ സ്പെസിഫിക് ടൈം കട്ട് ഉണ്ടാകും. ഇതിൽ സഫീഷ്യൻറ്റ് മാർക്ക് നേടി പാസ്സാകുന്നവരെ മെയിൻസ് എക്സാമിനേഷൻ ക്ഷണിക്കും. മെയിൻസ് വരുമ്പോൾ കഥ മാറും. 170 ചോദ്യം, 200 മാർക്ക്, 160 മിനിറ്റ്, അപ്പോൾ 2 hours 40 minutes. റീസണിങ് 40 ചോദ്യം, 60 മാർക്ക്, 45 മിനിറ്റ്. ജനറൽ ഇക്കോണമി, ബാങ്കിങ് അവയർനെസ്, ഡിജിറ്റൽ ഫിനാൻഷ്യൽ അവയർനെസ് ഇൻക്ലൂഡിങ് RBI സർക്കുലേഴ്സ്. അപ്പോൾ ഈ ചെറിയ മാറ്റം വരുത്തുകയാണ്. ഫിനാൻഷ്യൽ അവയർനെസ്സിനാണ് അവർ കൂടുതൽ എംഫാസിസ്, ത്രസ്റ്റ് കൊടുക്കുന്നത്. 50 ക്വസ്റ്റ്യൻ, 60 മാർക്ക്, 35 മിനിറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ക്വസ്റ്റ്യൻ, 20 മാർക്ക്. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ 40 ക്വസ്റ്റ്യൻ, 60 മാർക്ക്, 45 മിനിറ്റ്. ഇങ്ങനെയാണ് പരീക്ഷ. അപ്പോൾ ഇത്തവണ ജനറൽ അവയർനെസ്സിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു മാറ്റം അവർ വരുത്തിയിട്ടുണ്ട്. ജനറൽ ഇക്കോണമി, ജനറൽ ഇക്കോണമി അല്ല, ജനറൽ മീനിങ് പൊതുവിജ്ഞാനം, ഇക്കോണമി, ബാങ്കിങ് അവയർനെസ്, ഡിജിറ്റൽ ഫിനാൻഷ്യൽ അവയർനെസ് ഇൻക്ലൂഡിങ് RBI സർക്കുലേഴ്സ്. ഇതൊക്കെ കോസ്മെറ്റിക് ഡിഫറൻസസ് ആണ്, ബട്ട് ദേ വുഡ് മാറ്റർ. നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിൽ നല്ലൊരു സ്കോർ നേടാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇത് ഞാനെപ്പോഴും എല്ലാ വർഷവും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറുണ്ട്. അത് 2 ചോദ്യങ്ങൾ, 25 മാർക്ക്, 30 മിനിറ്റ്. ഇത് മേ ബി ബ്രോഡ്ലി based on economic and social issues, emerging trends in banking and technology, current events, ethics, etc. ഇതൊക്കെ എല്ലാ ദിവസവും ചില കാര്യങ്ങൾ പത്രം വായിക്കുക, എല്ലാ ദിവസവും കുറച്ച് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു പേജ് എഴുതുക, ഇതൊക്കെ നമ്മൾ ഇങ്ങനൊരു ചില ഹാബിറ്റുകൾ ബിൽഡ് ചെയ്ത് വരാൻ പറ്റുകയാണെങ്കിൽ ഇഫ് യു ആർ വെൽ കണക്റ്റഡ്, ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യങ്ങളല്ല. പക്ഷേ നല്ല മത്സരം ഉള്ള പരീക്ഷയാണ്. ഇതാണ് ICDയുടെ അടുത്ത ഓഫ്ലൈൻ ബാച്ച് തുടങ്ങുന്നത് ജൂലൈ 19-ാം തീയതിയാണ്. ജൂലൈ 19-ാം തീയതി ബാച്ചിൻ്റെ രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്. ദാറ്റ് രജിസ്ട്രേഷൻ ഈസ് അവൈലബിൾ അറ്റ് www.icdkollam.in. You may register. If you prefer to join the online batch, that is open to you anytime. എപ്പോൾ വേണം ജോയിൻ ചെയ്യാം. നിങ്ങൾ ICDയുടെ കോഴ്സ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. വിൽ ഷെയർ ഓൾ ദി ഇൻഫർമേഷൻ വിത്ത് യു. കഴിഞ്ഞ 31 കൊല്ലമായി ICD ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. വി ആർ ട്രെയിൻഡ് ടീച്ചേഴ്സ്, വി നോ ദി എക്സാം. ഈ എക്സാമിനേഷൻ്റെ എല്ലാ ഗതിവിഗതികളും മനസ്സിലാക്കിയ ഒരു ടീമാണ് ഞങ്ങളുടേത്. ഇഫ് യു ഹാവ് ട്രസ്റ്റ്, ബിലീഫ് ഇൻ us, and if you aspire to become a bank officer, you may join ICD. I wish you all the success, study well, may God bless. 2027 ജാനുവരിയിൽ ഒരു ക്ലാസ് 1 ഓഫീസർ തസ്തികയുടെ ജോബ് കാർഡ് നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നല്ലത് വരട്ടെ.